ഇനി കാത്തിരിപ്പ് അധികാര സ്ഥാനങ്ങളിൽ ആരൊക്കെ എത്തും എന്നറിയാൻ. വലിയ ഒറ്റകക്ഷിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബിജെപിയിലും ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയ എൽഡിഎഫിലും സ്ഥാനങ്ങൾ നേടാൻ യോഗ്യതയുള്ളവർ നിരവധി. കോർപ്പറേഷനിൽ വി രാജേഷിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നതെങ്കിലും മുൻ ഡിജിപി എന്ന ഇമേജുമായി എത്തി വിജയിച്ച ആർ ശ്രീലേഖയുടെ പേരും അവസാന നിമിഷം മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖയ്ക്ക് പോലീസ് സേനയിലെ ഭരണപരമായ പരിചയമാണ് മുതൽക്കൂട്ടാവുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് തീരെ പരിചിതയല്ല എന്നതാണ് ശ്രീലേഖയുടെ പോരായ്മ. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കിട്ടിയ കോർപ്പറേഷൻ ഭരണം പരിചയമില്ലാത്ത കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും കോർപ്പറേഷനിലെ BJPയുടെ മുഖമെന്ന ഇമേജും വി രാജേഷിന് മേയർ സ്ഥാനത്തേക്ക് മേൽക്കൈ നൽകുന്നുണ്ട്. യുവാവ് എന്ന പരിഗണനയും കേരളത്തിൽ BJPയുടെ ആദ്യ മേയറാകാൻ രാജേഷിന് അനുകൂല ഘടകമാകും. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നടന്ന BJP സമരങ്ങൾ നയിച്ചത് രാജേഷായിരുന്നു.